Hello students, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ സീരീസിൻ്റെ കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, അതുപോലെ അതിൻ്റെ കൺവേർജൻസ് അത് യൂസ് ചെയ്ത് എങ്ങനെ ചെക്ക് ചെയ്യാം, പി സീരീസ്, ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി എന്താണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്നുള്ളത് നോക്കാം. ഡെഫിനേഷൻ: എ സീരീസ് in which the terms are alternatively positive and negative is an alternating series. അപ്പോൾ ഒരു സീരീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അതിലെ ടേംസ് എന്താണെന്ന് പറയാം. ആ ടേംസിൻ്റെ സൈൻസ് ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് എങ്കിൽ അത്തരത്തിലൊരു സീരീസിന് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയാം. അതായത് സപ്പോസ് സിഗ്മ ഈക്വൽ ടു 1 to infinity ai ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്: a1 ഗ്രേറ്റർ ദാൻ 0, a2 ലെസ് ദാൻ 0, a3 greater than 0, a4 less than 0, അങ്ങനെ പ്ലസും മൈനസും ഓൾട്ടർ ചെയ്ത് വരിക. ഓക്കെ, ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്: 1 minus 1 by 2 plus 1 by 4 minus 1 by 8 etc. minus 1 whole raised to I plus 1 divided by 1 by 2 raised to I plus 1. അതാണ് അതിൻ്റെ ജനറൽ ടേം വരുന്നത്. അപ്പോൾ നോക്കി നോക്കി, ഇവിടെ സെക്കൻഡ് ടേമിൽ -1/2 വന്നു. അപ്പോൾ സെക്കൻഡിൽ മൈനസ് വന്നു എങ്കിൽ ഇത് -1 ഹോൾ റേസ് ടു I+1 എഴുതിയത് അതുകൊണ്ടാണ്. സെക്കൻഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് I2 ആണ് വരിക. അപ്പോൾ 2 + 1 -1 റേസ് ടു 3 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ചിഹ്നം വന്നു. പിന്നെ 1/2 റേസ് ടു, ഇവിടെ സെക്കൻഡ് ടേം ആയതുകൊണ്ട് ഇത് 2 + 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോൾ റേസ് ടു ഐയേ വരുള്ളൂ അല്ലേ, I+1 വരുമോ? ഇവിടെ നോക്കിയേ, 2 റേസ് ടു 0 ആണ് വരുന്നത്. സെക്കൻഡ് ടേമിൽ 2 റേസ് ടു 1 ആണ് വരുന്നത്, 0 അല്ല, 2 റേസ് ടു 1 ആണ് വരുന്നത്. അപ്പോൾ I+1 അല്ല കേട്ടോ, ഇവിടെ I-1 ആ വരിക ജനറൽ ടേമിൽ. -1 ദ ഹോൾ റേസ് ടു I+1 ഓർ I-1 ഇതൊക്കെ. ഇവിടെ 1/2 റേസ് ടു I-1 ആ വരിക. ഓക്കെ, എന്നാലാണ് ആ ടേം ശരിയാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കാരണം എന്നാലല്ലേ 2 റേസ് ടു 2 - 1 2 തന്നെ വരുള്ളൂ ഇവിടെ സെക്കൻഡ് ടൈമിൽ. അതനുസരിച്ച് തേർഡ് ടൈമും ഫോർത്ത് ടൈമും ഒക്കെ വന്നോളും. അതുപോലെ ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. പ്ലസ് മൈനസ് ഓൾറെഡി അതൊരു സീരീസ് ആണ്, അതിലത് പ്ലസ് മൈനസ് ഓൾട്ടർ ചെയ്ത് വന്നപ്പോഴത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. അപ്പോൾ ആ പ്ലസ് മൈനസ് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ -1 ഹോൾ റേസ് ടു I+1 അല്ലെങ്കിൽ -1 ഹോൾ റേസ് ടു -1 ഹോൾ റേസ് ടു I+1 ഇതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്, പ്ലസ് മൈനസ് എന്നുള്ളത് ഓൾട്ടർനേറ്റിംഗ് കാണിക്കാനായിട്ട്. അപ്പോൾ എവിടെയാണോ മൈനസ് പ്ലസ് വരുന്നത് അതനുസരിച്ചിട്ട് ഈ ടേം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും nth ടേം എഴുതുമ്പോൾ. അപ്പോൾ അതാണ് നൊട്ടേഷനിൽ പറഞ്ഞിരിക്കുന്നത്. an alternating series may be written as sigma equal to 1 to infinity -1 whole raised to I+1 ai where each ai is positive and the first term is positive. ഫസ്റ്റ് ടേം പോസിറ്റീവ് ആവണമെങ്കിൽ ഐക്ക് 1 ആകുമ്പോഴാണ് അല്ലേ ഫസ്റ്റ് ടേം പോസിറ്റീവ് വരിക. ഫസ്റ്റ് ടേം പോസിറ്റീവ് വരണമെങ്കിൽ ഇതിൻ്റെ പവർ ഒരു ഈവൻ പവർ ആയിരിക്കണം. അപ്പോൾ ഐക്ക് 1 വരുമ്പോൾ ഇത് 1 + 1 2 വരും. അപ്പോൾ -1 ഹോൾ സ്ക്വയർ വരും, 1 വരും. അപ്പോൾ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ ഈ രീതിയിൽ നമുക്കതിൻ്റെ നൊട്ടേഷൻ എഴുതാം. ഇനി ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നെഗറ്റീവ് കിട്ടണമെങ്കിൽ I=1 ആകുമ്പോൾ ഇവിടെ -1 ഹോൾ റേസ് ടു I എന്ന് എഴുതിയാൽ ശരിയാവും. -1 ഹോൾ റേസ് ടു I എന്ന് എഴുതിയാൽ -1 ഹോൾ റേസ് ടു 1 ദാറ്റ് ഈസ് -a1 എന്ന് വരും ആദ്യത്തത്. പിന്നെ സെക്കൻഡ് ടൈം വരുമ്പോൾ -1 ഹോൾ റേസ് ടു 2 വരും. അപ്പോൾ +a2 എന്ന് വരും. അപ്പോൾ ആ രീതിയിൽ പിന്നെ പൊക്കോളും. അപ്പോൾ ഫസ്റ്റ് ടൈം പോസിറ്റീവ് ആണെങ്കിൽ -1 ഹോൾ റേസ് ടു I+1 എന്ന് എഴുതാം. ഫസ്റ്റ് ടൈം നെഗറ്റീവ് വരുന്നെങ്കിൽ -1 ഹോൾ റേസ് ടു I ai എന്ന് എഴുതാം. ഈ ai's എല്ലാം പോസിറ്റീവ് ആണ്. ഈ -1 ഹോൾ റേസ് ടു I+1 -1 ഹോൾ റേസ് ടു I ആണ് ആ സിമ്പിൾസിനെ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്തത്. അത് ഫസ്റ്റ് ടൈമിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ആ നൊട്ടേഷൻസ് രണ്ടും പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് കമ്പാരിസൺ ടെസ്റ്റോ അതുപോലെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റോ അങ്ങനെയുള്ളതൊന്നും വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ തന്നെ ടെസ്റ്റ്, അതപ്പോൾ പറയാൻ പോകുന്ന ടെസ്റ്റ് അപ്ലൈ ചെയ്ത് മാത്രമേ അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന സീരീസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് മെൻഷൻ ചെയ്യില്ല. നിങ്ങൾ ആ സിമ്പിൾസിൻ്റെ മീൻസ് ആ ടേംസിൻ്റെ സിമ്പിൾസ് പ്ലസ് മൈനസ് ഓൾട്ടർ ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ അതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന് തിരിച്ചറിയേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ചെയ്തേക്കുക. ഇനി ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോസ് sequence AI is a sequence of positive numbers such that A1 greater than or equal to A2 greater than or equal to etc. AN greater than or equal to AI plus 1 greater than or equal to etc. അതായത് ഫസ്റ്റ് ടൈം വലുത്, സെക്കൻഡ് ടൈം അതിലും ചെറുത്, തേർഡ് ടൈം അതിലും ചെറുത്, ഫോർത്ത് ടൈം അതിലും ചെറുത്, അങ്ങനെ ചെറുതായാണ് ടേംസ് പോകുന്നത് എന്ന് വിചാരിക്കാം. ആൻഡ് ലിമിറ്റ് I tends to infinity AI is equal to 0. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. ലിമിറ്റ് I tends to infinity AI 0 ആയിരിക്കണം. ഓക്കെ, then the alternating series sigma equal to 1 to infinity minus 1 whole raised to I plus 1 AI is convergent. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? നമ്മുടെ സീരീസിലെ ടേംസ് ചെറുതായി പോകണം. ith ടേം 0ലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ -1 whole raised to I plus 1 AI, അതായത് ഇത് ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്ന സീരീസ് അല്ലേ, ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ സീരീസ് കേട്ടോ ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഷോ ദാറ്റ് ദ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് 1 minus 1/2 plus 1/3 minus 1/4 plus etc. -1 whole raised to I plus 1 ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്നതായതുകൊണ്ട് into 1/i 1/i ഇതിലെ ടേംസിൻ്റെ റെപ്രസെൻറ്റേഷൻ 1/i എന്നുള്ളത് ഈസ് കൺവേർജൻറ്റ്. ഇത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. A1 അതിൽ നിന്ന് 1 എഴുതി, A2 1/2 എഴുതി, A3 1/3 എഴുതി, A4 1/4 എഴുതി. അപ്പോൾ ചിഹ്നം എടുക്കണ്ട കേട്ടോ. ആ A1 A2 A3കൾ മാത്രമാണ് നമ്മൾ എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ AIs എല്ലാം പോസിറ്റീവ് ടേംസ് ആണെന്നതിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. ചിഹ്നം എടുക്കാതെ അത് പോസിറ്റീവ് ടേംസ് ആയിരിക്കും. ചിഹ്നത്തിനെ കാണിക്കാനാണ് ആ -1 whole raised to I plus 1 എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ A1 A2 A3 എഴുതുമ്പോൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല, ചിഹ്നം എടുക്കേണ്ട ആവശ്യമില്ല. ഏതിൽ? ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ മാത്രം കേട്ടോ. ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, മാത്രമല്ല ഈ വാല്യൂസ് കണ്ടാലറിയാം. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. A1 greater than A2, A2 greater than A3, A3 greater than A4 ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി ith ടൈം AI ചിഹ്നം എടുക്കാതെ ith ടൈം AI എന്ന് പറയുന്നത് 1/i ആണ് അല്ലേ. അപ്പോൾ AI ഈസ് ഗ്രേറ്റർ ദാൻ AI plus 1 ആണ്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞത് പ്രകാരം AI എന്ന് പറയുന്ന ടൈം AI plus 1-നേക്കാളും ഗ്രേറ്റർ ദാൻ ആണ്. അതുകൊണ്ട് തന്നെ I less than I plus 1 ആയിരിക്കും. I less than I plus 1 ആണ്. അതുകൊണ്ട് തന്നെ 1/i ഈസ് ഗ്രേറ്റർ ദാൻ 1/i plus 1. I less than I plus 1 ആണ്. 1/i റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നേരെ ഇൻഇക്വാളിറ്റി തിരിയും. 1/i ഈസ് ഗ്രേറ്റർ ദാൻ 1/i plus 1 എന്ന് വരും. ഓക്കെ, അത് ഒരു AI ഈസ് ഗ്രേറ്റർ ദാൻ AI plus 1 എന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ. AI ഈസ് ഗ്രേറ്റർ ദാൻ AI plus 1 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ജനറൽ ആയിട്ടൊരു AI എടുത്താൽ ആ AI plus 1-നേക്കാളും വലുതായിരിക്കും എന്ന് കാണിച്ചതാണ് ഈ സ്റ്റെപ്പ് കേട്ടോ. ജനറൽ ആയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ ജനറലൈസേഷൻ ആണ് ഇപ്പോൾ താഴെ പറഞ്ഞ സ്റ്റെപ്പ്. ഇനി ലിമിറ്റ് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കണ്ടീഷനിൽ ലിമിറ്റ് ചെക്ക് ചെയ്താൽ ലിമിറ്റ് I tends to infinity AI, ദാറ്റ് ഈസ് ലിമിറ്റ് I tends to infinity 1/i which is equal to 0 ആണ്. Therefore the conditions of alternating series are alternating series holds. Therefore നമുക്ക് എന്ത് പറയാം, ഇത് ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്ന സീരീസ് ആണ് താനും. ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്ന സീരീസിനാണ് നമ്മൾ ആ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൂൾ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യമായ ലെസ് ദാൻ ബി ആണ് എങ്കിൽ 1/a ഈസ് ഗ്രേറ്റർ ദാൻ 1/b ആയിരിക്കും. അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1 minus 1/√2 plus 1/√4 minus 1/√8 അങ്ങനെ. അപ്പോൾ ഇത് കണ്ടാൽ അറിയാതെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. മാത്രമല്ല ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്ന സീരീസ് ആണ്. അപ്പോൾ ആദ്യം A1 A2 A3കൾ എഴുതുക. A1 1 ആണ്, A2 1/√2, A3 1/√4, A4 1/√8.
അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്താൽ അറിയാം. അഥവാ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചെറുതാണ് എന്ന് തോന്നണില്ല എങ്കിൽ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ വാല്യൂസ് ചെക്ക് ചെയ്താൽ അറിയാം A1 is greater than A2 greater than A3 greater than A4 greater than AI അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജനറൽ കേസും കൂടി ഒന്ന് എഴുതിക്കോ. നേരത്തെ ഈ പ്രോബ്ലത്തിൽ എഴുതിയ പോലെ ജനറൽ കേസും കൂടി ഒന്ന് എഴുതിക്കോ. ഇവിടുത്തെ AI എന്ന് പറഞ്ഞാൽ 1/√2⁻² ആണ് വരിക അല്ലേ. ഓക്കെ, ഇവിടെ സെക്കൻഡ് ടേം വന്നപ്പോൾ A2 വന്നപ്പോൾ 1/√2 ആണ്. A3 വന്നപ്പോൾ 1/√4 ആണ്. അതെങ്ങനെ വന്നതെന്ന് ഏകദേശം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. A2 വന്നപ്പോൾ 2⁻1 ആണ്. അപ്പോൾ ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 2⁻1 ആണ്. ഇവിടെ 3 വന്നപ്പോൾ ഇവിടെ 2⁻2 ആണ്. ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 2⁻3 ആണ്. അതാണ് 8 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ 2⁻i-1 ആണ് ആ ടേം പോണത്. ഇവിടെ 2⁻2-1, ഇവിടെ 2⁻3-1, ഇവിടെ 2⁻4-1. അതല്ലേ ഇവിടെ ഈ സഫിക്സുമായിട്ട് ഇവർക്കുള്ള ബന്ധം, ഈ ഡിനോമിനേറ്ററിനുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ith ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ith ടേം ഈസ് 1/√2i-1 ആണ് വരിക. ആൻഡ് AI ഈസ് ഗ്രേറ്റർ ദാൻ AI+1 ഫോർ ഓൾ എന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ith ടേം എഴുതിയിട്ട് അത് ഗ്രേറ്റർ ആണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് എഴുതി വെച്ചാലും മതി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി AI ഈസ് ഈക്വൽ ടു ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1/√2i-1. ദാറ്റ് ഈസ് 1 അങ്ങനെ തന്നെ നിൽക്കും. ലിമിറ്റ് I ടെൻസ് ടു √2i-1. ഈ √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും അല്ലേ. പോയിന്റ് എത്ര? 0ക്കും 1നും അല്ലല്ലോ. എത്ര വരുന്നത്? അതെ, 0.434 424 എത്രയാണ് വരുന്നത്? എത്ര വരുന്നത് √2ന്റെ വാല്യൂ എന്ന് പറയുന്നത്? √2 is equal to √2 is equal to 1.414 അല്ലേ. 1.414 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി. അതെ, എത്രയെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് റേസ് ടു I എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള √2ന്റെ വാല്യൂ റേസ് ടു I എന്നുള്ളത് ഇവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ I ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2⁻∞ വരും. 2⁻∞ ഈസ് എ ബിഗ് വാല്യൂ, ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. അപ്പോൾ 1/∞ എന്ന് വരും. 1/∞ ഈസ് ഓൾവേസ് 0. ഒന്നുകൂടെ പറയാം, ഇവിടെ I പവറിലാണ് വരുന്നത്. അപ്പോൾ Iക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2⁻∞-1. ∞-1 ഈസ് ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ 2⁻∞ വരും. √2⁻∞. ഈ 2⁻∞ എന്ന് പറഞ്ഞാൽ 2 എന്ന് ഇൻഫിനിറ്റി ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു വാല്യൂ. ആ വലിയ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഇൻഫിനിറ്റി എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ √∞. √∞ എന്ന് വെച്ചാൽ അതും ഈസ് ഓൾസോ, അതിന്റെ റൂട്ട് എടുത്താൽ അതും ഒരു ഇൻഫിനിറ്റി വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റി, അപ്പോൾ അത് 1/∞ എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നത്. 1/∞ ഈസ് 0. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് AI 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഗിവൺ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഈസ് കൺവേർജന്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തിട്ട് ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ I ഈക്വൽ ടു 2 to ∞ -1 whole raised to I log I. അപ്പോൾ ഇവിടെയോ അതെ, ഇത് നോക്കി നോക്കൂ. ഇത് ഫസ്റ്റ് ടേം നെഗറ്റീവ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് വരുന്ന കേസിലായാലും ഈ ടെസ്റ്റ് ഹോൾഡ് ചെയ്യും എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അതിനും ഈ ടെസ്റ്റ് പ്രശ്നമൊന്നുമില്ല. ഈ ടെസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അതും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 2 തുടങ്ങിയുള്ളൂ. log 1 0 ആയതുകൊണ്ട് A2 ഈക്വൽ ടു 1/log2, A3 ഈക്വൽ ടു 1/log3, A4 is equal to 1/log4. അങ്ങനെയാണ്. അതിയുടെ വേരിയേഷൻ 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. എന്തായാലും 1 കുഴപ്പമൊന്നുമില്ല. A2 ഈസ് ഗ്രേറ്റർ ദാൻ A3 ഗ്രേറ്റർ ദാൻ A4 ഗ്രേറ്റർ ദാൻ A5 ആണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ വാല്യൂസ് അറിയില്ലെങ്കിൽ നിങ്ങളിതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ വലുതാണോ ചെറുതാണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ AI ഈസ് ഈക്വൽ ടു 1/log I ആണ് വരുന്നത്. വിത്ത് AI ഗ്രേറ്റർ ദാൻ AI+1 എന്നുള്ളത് എഴുതി വയ്ക്കാം. ഇനി ലിമിറ്റ് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ, ദാറ്റ് ഈസ് ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1/log I. ദാറ്റ് ഈസ് 1/ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി log I. അപ്പോൾ ഇത് log ഇൻഫിനിറ്റി എന്ന് വരും. log ഇൻഫിനിറ്റി എന്താ വാല്യൂ? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് 1/∞ എന്ന് വരും. 1/∞ 0 ആണ്. അപ്പോൾ ഇതും ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്
കൺവേർജൻ്റ് ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും, മുകളിലത്തെ പോലെ തന്നെ. അപ്പോൾ നോക്കൂ, ഈ ടെസ്റ്റ് നമുക്ക് ഏത് ഓൾട്ടർനേറ്റിംഗ് സീരീസിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഇത് ഫസ്റ്റ് ടൈം പോസിറ്റീവ് വരുന്ന സീരീസുകൾക്ക്, ഓൾട്ടർനേറ്റിംഗ് സീരീസുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല കേട്ടോ, ഞാനത് തിരുത്തുന്നു. ഏത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിലും ഈ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ആ ഫോം ഒപ്പം അവിടെ കണ്ടതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞതാണ്. അത് അങ്ങനെയല്ല, എല്ലാത്തിനും പറ്റും. അത് ജനറൽ ആയിട്ട് ഒരു ഫോം എഴുതിയെന്നേ ഉള്ളൂ, 2 ഫോമും എഴുതിയില്ല, പകരം ഒരു ഫോം എഴുതിയെന്നേ ഉള്ളൂ. രണ്ടിനും പറ്റും കേട്ടോ, പക്ഷേ രണ്ടിനും പറ്റും. ഓക്കെ.